എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ ആനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. വീടിന് സമീപം എത്തിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന കുഞ്ഞപ്പന് നേരെ തിരിയുകയായിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ദാരുണമായൊരു വാർത്തയാണല്ലോ വരുന്നത്, എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടക്കുന്നത്. ഇത് ആ വീടിന് സമീപം, പ്രത്യേകിച്ച് ഈ കോതമംഗലം മേഖലയിൽ, കൂവക്കണ്ടം ആ മേഖലയിലെല്ലാം തന്നെയും കൂടുതലായിട്ട് എപ്പോഴും ഈ ആന ശല്യം നമുക്കറിയാം. വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. പ്രത്യേകിച്ച് ആന പലപ്പോഴും വീട്ടുമുറ്റത്ത് വരെ എത്തുന്നു എന്നെല്ലാം തന്നെ ആളുകൾ പറയാറുണ്ട്. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ തന്നെ കാട്ടാന അവിടേക്ക് എത്തുന്നു. വീടിൻ്റെ സമീപത്തെത്തിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ചുകൊണ്ട് അത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് ഓടിക്കുക, ഇതെല്ലാമാണ് അവിടെ നാട്ടുകാർ സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കാരണം, മറ്റ് വഴികളൊന്നും തന്നെയില്ല. അങ്ങനെ ഈ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ആളുടെ 70 വയസ്സുകാരനാണ് ഇവിടെ വീടിനടുത്തേക്ക് എത്തിയ, ഏതാണ്ട് വീട്ടുമുറ്റത്തോളം എത്തിയ ആനയെ തുരത്തുന്നതിന് വേണ്ടി പടക്കം പൊട്ടിക്കുകയും അതിനുശേഷം ആന പിൻവാങ്ങുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഈ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ആൾ വീണ്ടും അതിനെ പടക്കം പൊട്ടിച്ച് കൂടുതൽ ദൂരത്തേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആന തിരിഞ്ഞു നിന്നപ്പോൾ അത് കണ്ട ഭയന്ന് തിരികെ വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിനകത്ത് കയറി ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ഈ ആനയുടെ ഭീഷണി ഒഴിഞ്ഞതിന് ശേഷം പരാവൂരിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഈ മേഖലയിൽ കൂടുതലാണ്. കോതമംഗലത്ത് പതിവായിട്ട് തന്നെ ആളുകൾ ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാട്ടാനകളുടെ ശല്യം വളരെ കൂടുതലായിട്ട് വരുന്നു. ആളുകൾക്ക് രാത്രിയോ പുലർച്ചെയോ ഒന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. പല മേഖലയിലും ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ, ഇലക്ട്രിക് ഫെൻസിങ് നടപ്പാക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ അതിനിടയിലാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കാട്ടാനയെ കണ്ട ഭയന്ന് ഓടുന്നതിനിടെ കുഴഞ്ഞു വീണ് ഒരാൾ മരിച്ചിരിക്കുന്നു എന്നതാണ്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.